നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഷ്ടമാണ് റോഡ്രിഗോയുടെ കാര്യം. വേൾഡ് കപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ പരിക്കു പറ്റി നീണ്ട കാലം പുറത്തിരിക്കേണ്ടി വരിക, വേൾഡ് കപ്പ് നഷ്ടമാവുക. ആളാകെ തകർന്നു പോയിട്ടുണ്ട്. അദ്ദേഹം അത്തരത്തിലുള്ളൊരു കുറിപ്പ് പങ്കുവെക്കുകയും ചെയ്തു. ഇത് ഞാൻ അർഹിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു പരിക്ക് ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. കഴിഞ്ഞ റയൽ മാഡ്രിഡിൻ്റെ മത്സരത്തിൽ അദ്ദേഹം കളിച്ചപ്പോൾ പരിക്ക് പറ്റിയതാണ്. എന്നാൽ പരിക്ക് പറ്റിയിട്ടും 30 മിനിറ്റോളം അദ്ദേഹം കളി തുടർന്നു. അതാണ് പരിക്ക് വഷളാക്കിയത് എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ താരങ്ങളും അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. CBF സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, റയൽ മാഡ്രിഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. പിന്നെ റയലിൻ്റെ താരങ്ങളൊക്കെ എംബപ്പെ ആകട്ടെ, ബെല്ലിംഗാം ആവട്ടെ, വിനി ജൂനിയർ ആവട്ടെ, ഓരോരോ താരങ്ങളും അങ്ങനെ അദ്ദേഹത്തിന് സപ്പോർട്ടുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നെയ്മർ ജൂനിയറുടെ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കാരണം ഇങ്ങനെ പരിക്കിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള അതേ ആളാണല്ലോ നെയ്മർ ജൂനിയറും. മാത്രമല്ല നെയ്മറും റോഡ്രിഗോയും തമ്മിലുള്ള സ്നേഹബന്ധം എല്ലാവർക്കും അറിയാവുന്നതുമാണ്. നെയ്മർ പലപ്പോഴും തൻ്റെ പിൻഗാമി എന്ന രൂപത്തിലാണ് റോഡ്രിഗോയെ കാണാറുള്ളത്. സാൻഡോസിലൂടെ വളർന്നു വന്നയാൾ, 10 നമ്പർ ജേഴ്സി, ചിലപ്പോൾ നെയ്മർ ഇല്ലാത്ത ഘട്ടങ്ങളിൽ ബ്രസീലിൻ്റെ 10 നമ്പർ ജേഴ്സി അണിയുന്ന താരം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ അവർ തമ്മിലുണ്ട്. സോ കൃത്യമായിട്ട് നെയ്മർ ജൂനിയറുടെ പ്രതികരണം നെയ്മർ കുറിക്കുന്നു: ഇന്നെനിക്ക് ഏറ്റവും സങ്കടകരമായ ദിവസങ്ങളിലൊന്നാണ്. നിൻ്റെ പരിക്കിനെ കുറിച്ചറിഞ്ഞപ്പോൾ ഒരു സിനിമ എന്ന പോലെ ആ ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ആ വേദനയും മനോവിഷമവും, വീണ്ടും ഈ ഒരു പരിക്കിലൂടെ കടന്ന് പോകേണ്ടി വരുമെന്ന ഭയവും. എൻ്റെ നമ്പർ 10 മൈ ബോയ്, എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ പിൻഗാമി, അങ്ങനെയല്ലേ ഞാൻ നിന്നെ വിളിക്കാറുള്ളത്. എനിക്ക് നിന്നോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ: നിന്നെ സ്നേഹിക്കുന്നവരെല്ലാം ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിൻ്റെ ചുറ്റും നിർത്തേണ്ട സമയമാണിത്. നീ പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒന്ന് അനുഭവിക്കാൻ നീ അർഹനായിരുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ നിശ്ചയങ്ങളെ ചോദ്യം ചെയ്യാൻ നമ്മളാരാണ്? അനിയ, കരുത്തോടെ ഇരിക്കുക. നീ കൂടുതൽ കരുത്തനായി തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എനിക്ക് നൽകിയ അതേ പിന്തുണയോടെ നിനക്കായി ഞാൻ ഇവിടെ ഉണ്ടാകും എന്നാണ് നെയ്മർ ജൂനിയർ കുറിച്ചിരിക്കുന്നത്. അവർ തമ്മിലുള്ള സ്നേഹബന്ധം വളരെ കൃത്യമായിട്ട് കാണിക്കുന്ന വരികളാണത്. നെയ്മർ ജൂനിയർ ഇതുപോലെയുള്ള പരിക്കിൻ്റെ പിടിയിലൂടെ കടന്നുപോയി നീണ്ട നാൾ കളിക്കളത്തിന് പുറത്തിരുന്നയാളാണ്. ഈ വേൾഡ് കപ്പ് അദ്ദേഹം കളിക്കുമോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല. പരിക്ക് അദ്ദേഹത്തെ വീണ്ടും വേട്ടയാടുന്നു നമ്മൾ കണ്ടു. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഇത്തരത്തിലുള്ള പരിക്കിൻ്റെ വിഷമതകൾ അറിയാവുന്ന നെയ്മർ ജൂനിയർ തന്നെയാണ് ഇവിടെ പ്രതികരിക്കുന്നത്. അദ്ദേഹം റോഡ്രിഗോയോട് പറയുന്നു: ദൈവത്തിൻ്റെ നിശ്ചയമല്ലേ, നമ്മളാരാണത് ചോദ്യം ചെയ്യാൻ? ഏതായാലും നീ കരുത്തോടെ ഇരിക്കുക, നീ തിരിച്ചു വരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.